സ്വർഗീയപിതാവേ, ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, ഇങ്ങനെയുള്ള ഒരു ബൈബിൾ പഠന ക്ലാസ് ഞങ്ങൾക്ക് അവിടുന്ന് ലഭിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എത്രയോ പേർ സത്യം അറിയാതെ കർത്താവെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വചനം കൂടുതലായിട്ട് ധ്യാനിപ്പാനും അതുപോലെ ഗ്രഹിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇതിൽ കർത്താവേയും ഈ വചനം പഠിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ തടസ്സങ്ങളെല്ലാം മാറ്റി കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകർക്ക് പ്രയോജനപ്രദമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം പഠിപ്പിക്കുന്നതായ അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചുമയുടെയും അതുപോലെയുള്ള പ്രയാസം അവിടുന്ന് അറിയുന്നല്ലോ കർത്താവെ. അവിടുന്ന് അത്ഭുതകരമായി വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അനേകരെ കർത്താവെ സത്യം മനസ്സിലാക്കി സുവിശേഷം കർത്താവെ അനേകരെ പല ദേശങ്ങളിൽ അനേക ആത്മാക്കളെ നേടുവാനുള്ള ഭാഗ്യം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദേശത്ത് വരുന്നതായ ദുരന്തത്തിൽ നിന്ന് എല്ലാവരും വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുറന്നുള്ള സമയങ്ങളെല്ലാം അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ അവിടുത്തെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്ലാസ്സിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട കർത്താവിന്റെ ദാസിദാസന്മാർക്കും എന്റെ സ്നേഹം അറിയിക്കുകയാണ്. പലപ്പോഴും അധ്യാപകന്മാർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ സാധിക്കുന്നവര് നിങ്ങളുടെ വീഡിയോ ഓണാക്കി വെക്കുക. ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെച്ചാലും വീഡിയോ ഓണാക്കി വെച്ചാൽ പഠിപ്പിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളുടെ മുഖം കണ്ട് പഠിപ്പിക്കാൻ ഒരു സന്തോഷമായിരിക്കും. വീഡിയോ ഇല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ കുറെ അക്ഷരങ്ങളെ നോക്കി പഠിപ്പിക്കേണ്ടി വരും. ടീച്ചിങ് എന്ന് പറയുന്ന ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. അത് സാധ്യമാകുന്നവർ അത് ഓണാക്കി വെച്ചാൽ നല്ലതായിരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ ജീവിതോപദേശങ്ങളും എന്നുള്ള വിഷയമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന പലസ്തീൻ നാട്, പലസ്റ്റൈൻ അറ്റ് ദ ടൈം ഓഫ് ജീസസ് എന്ന വിഷയമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒന്നാമതായിട്ട് പലസ്തീൻ ഭൂപ്രദേശങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നുവെന്ന് ചുരുക്കമായിട്ട് പറഞ്ഞിരുന്നു. യേശുവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ, അതായത് 1-ാം നൂറ്റാണ്ടിൽ പലസ്തീൻ ഭൂപ്രദേശങ്ങൾ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. റോമാ കൈസർ തന്റെ വിശ്വസ്തരായ നാടുവാഴികളെ കൊണ്ടോ ഗവർണർമാരെ കൊണ്ടോ ആ പ്രദേശങ്ങളുടെ ഭരണം നടത്തുകയും കരമീടാക്കുകയും ചെയ്തിരുന്നു. അടുത്തതായിട്ട് 1-ാം നൂറ്റാണ്ടിലെ യഹൂദന്മാരുടെ സാമ്പത്തിക നില സംബന്ധിച്ച് നമ്മൾ പഠിച്ചിരുന്നു. സാധാരണ യഹൂദന്മാരും ആഭിജാത്യർ എന്ന് പറയുന്ന സമ്പന്നവർഗവും തമ്മിൽ സാമ്പത്തികമായി വലിയ അന്തരം നിലനിന്നിരുന്നു. ഭൂരിപക്ഷം വരുന്ന യഹൂദന്മാർ ദരിദ്രന്മാരായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് യഹൂദന്മാരുടെ മതപരമായ പശ്ചാത്തലം, അത് സംബന്ധിച്ച്. തങ്ങളൊരു വിശേഷപ്പെട്ട ജാതിയാകുന്നു, ഒരു പ്രത്യേക ജനവിഭാഗമാകുന്നുവെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. വിശുദ്ധ നഗരമായ യെരൂശലേം മതപരമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും യഹൂദ ചരിത്രത്തിൽ വലിയ സ്ഥാനം വഹിച്ചിരുന്നു. ഇക്കാര്യം നമ്മൾ പഠിച്ചിരുന്നു. ഒടുവിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിവിധ വിഭാഗക്കാരെ സംബന്ധിച്ചായിരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന
വിവിധ വിഭാഗക്കാരെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. അതിൽ പുരോഹിതന്മാർ, സ്ഥാനവസ്ത്രങ്ങൾ ധരിച്ച, ഉറയും തുമ്മിയും ധരിച്ച പുരോഹിതന്മാരുണ്ടായിരുന്നു. സദൂക്യർ എന്ന് പറയുന്ന അഭിജാത്യ സമൂഹം ഉണ്ടായിരുന്നു. ഹസിദേയർ അഥവാ ഹസിദിയൻസ് എന്ന് പറയുന്ന ഒരു സമൂഹം, അതേപ്പറ്റി നമ്മൾ പഠിച്ചിരുന്നു. പരീശന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇങ്ങനെ 4 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത്. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എസേന്യർ അഥവാ എസീൻസ് എന്ന് വിളിക്കുന്ന ഒരു സമൂഹം, അവരെ പറ്റിയാണ്. പരീശന്മാരെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. ഹസിദേയർ എന്ന യഹൂദ സമൂഹത്തിന്റെ പിന്തുടർച്ചക്കാരായിരുന്നു പരീശന്മാർ. അതുപോലെ എസീൻസ് അഥവാ എസേന്യരും ഹസദേയരുടെ പിന്തുടർച്ചക്കാരായിരുന്നു. ഹസദേയർ ഇങ്ങനെ 2 വിഭാഗങ്ങളായി പിരിയുകയായിരുന്നു. എസേന്യരെ പറ്റി നമ്മുടെ ബൈബിളിൽ പ്രത്യേകം പേരെടുത്ത് പരാമർശിക്കുന്നില്ല. എന്നാൽ അവരുടെ അസ്തിത്വം സംബന്ധിച്ച് വ്യക്തമായ ചരിത്ര രേഖകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വ്യക്തമായ ചരിത്ര രേഖകൾ എസേന്യരുടെ ചരിത്രം സംബന്ധിച്ച്, അവരുടെ അസ്തിത്വം സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് യഹൂദ ചരിത്രകാരനായ യോസീഫസിന്റെ രചനകളിൽ എസേന്യ സമൂഹത്തെക്കുറിച്ച് വളരെ പ്രതിപാദിച്ചിട്ടുണ്ട്. കൂടാതെ ചാവുകടൽ ചുരുളുകൾ അഥവാ കുമ്രാൻ സ്ക്രോൾസ് എന്ന് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഈ കാണുന്നത് ചാവുകടലിന് സമീപമുള്ള ചില ഗുഹകളുടെ ചിത്രമാണ്. അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ചുരുളുകൾ, ചില ഭരണികളിലും മറ്റും അടക്കം ചെയ്ത് വെച്ചിരുന്ന ചില ചുരുളുകൾ, അത് ചരിത്ര രേഖകൾ ലഭിക്കുകയുണ്ടായി. ഡെഡ് സീ അഥവാ ചാവുകടലിന് സമീപമുള്ള മരുപ്രദേശങ്ങളിൽ നിന്നും 1946 AD മുതൽ ലഭിച്ചിട്ടുള്ള ദൈവവചനത്തിന്റെ കൈയെഴുത്തു പ്രതികളാണ് ചാവുകടൽ ചുരുളുകൾ അഥവാ ഡെഡ് സീ സ്ക്രോൾസ് എന്നറിയപ്പെടുന്നത്. ചില ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്, സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഇതധികവും കുമ്രാൻ കേവ്സ്, കുമ്രാൻ ഗുഹകളിൽ നിന്ന് ലഭിച്ചവയായതുകൊണ്ട് കുമ്രാൻ സ്ക്രോൾസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിലേറെയും എബ്രായ ഭാഷയിലും ചുരുക്കം ചിലത് അരമായിക്കിലുമായാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. കുമ്രാൻ സ്ക്രോൾസ് അധികവും എബ്രായ ഭാഷയിലും ചിലത് അരമായിക്കിലും എഴുതപ്പെട്ടതായിരുന്നു. യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതത്തിനും ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുൻപ്, അതായത് BC 150 മുതൽ എസേന്യർ ഒരു പ്രത്യേക സമൂഹമായി നിലനിന്നിരുന്നു എന്നതിന് ചരിത്രപരമായ തെളിവുകളുണ്ട്. 150 BC മുതൽ എസേന്യർ ഒരു സമൂഹമായി, പ്രത്യേക സമൂഹമായി നിലനിന്നിരുന്നു എന്നതിന് ചരിത്രപരമായ തെളിവുകളുണ്ട്. പുരോഹിതനായ സാദോക്കിന്റെ വംശക്കാരായിരുന്നു എസേന്യരെന്ന് അഭിപ്രായപ്പെടുന്നു. അവരുടെ പൂർവികരായിരുന്ന ഹസദേയർ, ഞാൻ പറഞ്ഞല്ലോ ഹസദിയൻസ് അഥവാ ഹസദേയർ എന്ന് പറയുന്നതിൽ നിന്നാണ് പരീശന്മാരും ഈ എസേന്യരും 2 വിഭാഗങ്ങളായി തിരിഞ്ഞത്. ഹസദേയരുടെ ചരിത്രം ഞാൻ പറഞ്ഞതാണ്. അവർ മക്കാബിയരോട് ചേർന്ന് സെലൂക്യർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ധീരയോദ്ധാക്കളായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് മക്കാബിയർ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ മക്കാബിയർ രാജത്വം കൂടാതെ പൗരോഹിത്യവും കൂടെ കൈയാളുവാൻ തുടങ്ങിയപ്പോൾ പുരോഹിത വംശത്തിൽപ്പെട്ട മുതൈൻ നിവാസിയായ മത്തത്യാസും മക്കളുമാണ് സെലൂക്യ സൈന്യത്തിനെതിരായിട്ട് യുദ്ധം ചെയ്തത്.
അന്ത്യോക്യസ് എപ്പിഫാനസ് നാലാമെന്ന് പറയുന്ന സെലൂക്യ രാജാവിനെതിരെ യുദ്ധം ചെയ്തത്. അപ്പോൾ പുരോഹിത വംശത്തിൽപ്പെട്ടവരെന്നേ ഉള്ളൂ. പൗരോഹിത്യ ശുശ്രൂഷകൾക്ക് വേണ്ടി വേർതിരിക്കപ്പെടാത്തവരായിരുന്ന അവരുടെ പിന്തുടർച്ചക്കാർ രാജത്വവും പൗരോഹിത്യവും ഒരുപോലെ ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ ഹസിദേയരിൽ ഒരു വിഭാഗം യഹൂദന്മാരുടെ പൊതുധാര വിട്ട് അകന്നുപോയി. മക്കാബിയർ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതിലൂടെ ദൈവാലയത്തിനും ആരാധനാ സമ്പ്രദായത്തിനും അതിന്റെ പവിത്രത നഷ്ടമായിരിക്കുന്നുവെന്ന് എസ്സേന്യർ വിശ്വസിച്ചു. മക്കാബിയർ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതിലൂടെ ദൈവാലയത്തിനും ആരാധനാ സമ്പ്രദായത്തിനും അതിന്റെ പവിത്രത നഷ്ടപ്പെട്ടു എന്ന് എസ്സേന്യർ വിശ്വസിച്ചു. അതുകൊണ്ട് അവർ സർവസംഘ പരിത്യാഗികളായി ഒരു സന്യാസി സമൂഹം എന്ന പോലെ പൊതുധാരയിൽ നിന്നകന്ന് മരുഭൂമികളിലും ഗുഹകളിലും ജീവിച്ചു. ജോൺ ദ ബാപ്റ്റിസ്റ്റ് അല്ലെങ്കിൽ സ്നാപകനായ യോഹന്നാൻ എസ്സേന്യ സമൂഹത്തിന്റെ ഭാഗമായി ജീവിച്ചിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമെന്ന് പറയുന്നത് നമുക്ക് തിരുവെഴുത്തിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലും സുവിശേഷങ്ങളിലും ഒക്കെ യോഹന്നാനെ പറ്റി അങ്ങനെ പറയുന്നുണ്ട്. താൻ മരുഭൂമിയിൽ വസിക്കുകയും സർവസംഘ പരിത്യാഗിയായി ഏലിയാവിനെ പോലെ വസ്ത്രധാരണമൊക്കെ ചെയ്തുകൊണ്ട് സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ഈ കുമ്രാൻ സ്ക്രോൾസ് എന്ന് പറയുന്ന തിരുവെഴുത്തുകളുടെ ശേഖരങ്ങൾ അത് എസ്സേന്യരുടെ ശേഖരങ്ങളായിരുന്നു എന്ന് കരുതപ്പെടുന്നു. അത് ചില മൺകൂനകൾക്കുള്ളിൽ ഗുഹകൾക്കുള്ളിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു, സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതിന്റെ ചരിത്രം ഞാൻ അവിടെ ഇങ്ങനെയാണ് വായിച്ചത്. ഒരു മുസ്ലിം ബാലനാണ്, ഷെപ്പേർഡ് ബോയ്. അവൻ ആടുകളെ തീറ്റി നടന്നപ്പോൾ ഇങ്ങനെ ഒരു കല്ല് വലിച്ചെറിയുമ്പോൾ അവനിങ്ങനെ ചുമ്മാതെ വലിച്ചെറിഞ്ഞ കല്ല് അവിടെ ഒരു മൺകൂനയ്ക്കുള്ളിൽ എന്തിലോ ചെന്ന് കൊണ്ടൊരു പാത്രം പൊട്ടുന്ന പോലൊരു ശബ്ദം കേട്ടു. അവൻ അതിനകത്തേക്ക് കടന്നു എന്ന് അവന് ലഭിച്ച ചുള്ളു കൊണ്ടുവന്ന് അവന്റെ പിതാവിനെ ഏൽപ്പിച്ചു. ചില നാളുകൾ അത് രഹസ്യമായി അയാൾ വെച്ചിരുന്നു. പിന്നീട് അത് പുറത്തിറങ്ങുകയുണ്ടായി. പിന്നീട് ആർക്കിയോളജിസ്റ്റ് ഒക്കെ ആ പ്രദേശങ്ങൾ സന്ദർശിച്ച് കുമ്രാൻ സ്ക്രോൾസ് കണ്ടെത്തി. ആ ഭാഗത്ത് നിന്ന് നിരവധി തിരുവെഴുത്തുകളുടെ ചുരുളുകൾ കണ്ടെത്തിയതായിട്ട് ചരിത്രം. അതൊത്തിരി പഴയതല്ലാത്ത ചരിത്രമാണ്. 1946 മുതലാണ് അത് ലഭിച്ചത്. എന്നാൽ അതിന്റെ രചനയ്ക്ക് ഏതാണ്ട് ക്രിസ്തുവിന്റെ മുൻപ് തന്നെ, യേശുക്രിസ്തുവിന്റെ ഐകിക ശുശ്രൂഷയ്ക്ക് മുൻപ് തന്നെ എഴുതപ്പെട്ട യെശയ്യാ പ്രവാചകന്റെ ചുരുളുകൾ തുടങ്ങി പല പ്രവചന പുസ്തകങ്ങളുടെ ചുരുളുകളും മറ്റും അതിനകത്തുണ്ടായിരുന്നു. പഴയ നിയമ തിരുവെഴുത്തുകളുടെ നിരവധി ഭാഗങ്ങൾ അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. പൂർണ്ണമായി തന്നെ പലതും ലഭിക്കുകയുണ്ടായി. എസ്സേന്യരുടെ വിശ്വാസം യുഗാന്ത്യം അടുത്തിരിക്കുന്നു, യുഗാന്ത്യമായിരിക്കുന്നു. മെശിഹ തങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ തന്റെ സൈന്യവുമായി വന്ന് തങ്ങളെ അടക്കി വാഴുന്ന റോമാക്കാരുടെ അല്ലെങ്കിൽ അന്യജാതിക്കാരെ നീക്കം ചെയ്തിട്ട് അപ്പോൾ തന്നെ ദൈവ വഴി വിട്ട് ജീവിക്കുന്ന യഹൂദന്മാരെയും നീക്കം ചെയ്തിട്ട്, അന്യജാതികളെ നീക്കം ചെയ്തിട്ട് ദൈവരാജ്യം സ്ഥാപിക്കുമെന്ന് എസ്സേന്യർ വിശ്വസിച്ചിരുന്നു. എസ്സേന്യരുടെ പ്രധാന വിശ്വാസമാണ് ഇതാ യുഗാന്ത്യമായിരിക്കുന്നു. മശിഹ തന്റെ സൈന്യവുമായി വന്ന് ദൈവ വഴി വിട്ട് ജീവിക്കുന്ന യഹൂദന്മാരെയും അന്യജാതിക്കാരെയും റോമാ ഭരണകൂടത്തെയും നീക്കം ചെയ്ത് ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കും. സൺസ് ഓഫ് ലൈറ്റ്, വെളിച്ചത്തിന്റെ മക്കളും സൺസ് ഓഫ് ഡാർക്ക്നെസ്, ഇരുളിന്റെ മക്കളും തമ്മിലുള്ള ഒരു യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിന് ശേഷം വെളിച്ചത്തിന്റെ മക്കൾ യെരൂശലേമിൽ വന്ന് ഭരണം നടത്തും. യെരൂശലേം വിശുദ്ധിയിലേക്കും അതിന്റെ പൂർവ്വ മഹത്വത്തിലേക്കും മടങ്ങി വരുമെന്ന് എസ്സേന്യർ വിശ്വസിച്ചിരുന്നു. എന്നാൽ AD 70 റോമാക്കാർ യെരൂശലേം ദൈവാലയം തകർത്തതോടെ എസ്സേന്യരുടെ പ്രതീക്ഷകൾ
മണ്ണടിഞ്ഞു. ആ സമൂഹത്തിന്റെ ആശ അറ്റ് ആ സമൂഹം ചിതറപ്പെടുക ഉണ്ടായത്. AD 70 യെരുശലേം ദേവാലയം തകർത്തോടെ. ഇനി യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന മറ്റൊരു വിഭാഗമായിരുന്നു സീലറ്റ് അല്ലെങ്കിൽ സെലറ്റ് അല്ലെങ്കിൽ എരുവുകാർ. സെലറ്റ് അല്ലെങ്കിൽ എരുവുകാർ. സെലറ്റ്സ് അല്ലെങ്കിൽ എരുവുകാർ എന്ന് പറയുന്നത് വൈദേശിക ഭരണത്തിന്റെ അടിച്ചമർത്തലുകളും സമ്പന്ന വർഗത്തിന്റെ ചൂഷണവും. നിങ്ങളിവിടെ പടം കാണുന്നുണ്ടായിരിക്കും. ആയുധമേന്തിയ കുറെ കലാപകാരികളെയാണ് നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത്. ചിത്രം ക്ലിയർ അല്ലേ? അതെ അതെ, ക്ലിയറാ സാറേ. അപ്പോൾ തങ്ങളെ അടക്കി ഭരിച്ചിരുന്ന റോമാക്കാരെ പോലുള്ളവരുടെ അടിച്ചമർത്തല്, സമ്പന്ന വർഗത്തിന്റെ ചൂഷണം, ഇത് നിമിത്തം പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ അങ്കുരിക്കുന്നതിന് മുഖാന്തരമായി തീർന്നു. പല വിധത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുഖാന്തരമായി. അങ്ങനെയാണ് എരിവുകാർ അഥവാ സെലറ്റ് എന്ന് പറയുന്ന ഒരു സമൂഹം ഉടലെടുക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ ശിഷ്യഗണത്തിൽ ഈ സമൂഹത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു. ആരാ? പത്രോസ്. എരിവുകാരനായ യൂദ. ശീമോൻ. ഷീമോൻ പത്രോസിനെ വെറുതെ വിടുന്നു. ഷീമോൻ പത്രോസ് വാ പിടിച്ച മീൻപിടുത്തക്കാരനായിരുന്നു. ഷീമോൻ ദ സെലറ്റ്. 2 ഷിമോന്മാരുണ്ടായിരുന്നു. യൂദാമാരും ഒന്നിലധികം ഉണ്ടായിരുന്നു. ഇസ്കറിയോത്തെ യൂദ ഉണ്ടായിരുന്നു, വേറെ യൂദ ഉണ്ടായിരുന്നു. അതുപോലെ എരിവുകാരനായ ഷിമോൻ. നിങ്ങളെ പറയുമ്പോൾ തെറ്റൊന്നും പറ്റുന്നതിലൊന്നും പ്രത്യേകിച്ച് നമ്മളൊന്നും വേണ്ട കേട്ടോ. പഠിക്കാൻ താല്പര്യമുള്ളവർ പറയും. അങ്ങനെ ചിലപ്പോൾ തെറ്റൊക്കെ പറ്റുന്നത് എല്ലാവരും ഒന്നും തികഞ്ഞവരല്ലല്ലോ. പിന്നെ ചിലപ്പോൾ ഈ വെപ്രാളത്തിനെടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ അബദ്ധം പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ മണ്ടന്മാരായിട്ടൊന്നും ആരെ കരുതത്തില്ല. തെറ്റു പറഞ്ഞതുകൊണ്ട് പറയുക എന്നുള്ളതാണ് ഏറെ സന്തോഷം എന്ന് പറയുന്നത്. സൈമൺ ദ സെലറ്റ് യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു എരിവുകാരനായിരുന്നു. എരിവുകാരെ കൂടാതെ അതുപോലെ തന്നെ ബാൻഡറ്റ് അഥവാ കൊള്ളക്കാരെന്ന് പറയുന്ന അവരും ഇങ്ങനെ കവർച്ച എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സമ്പന്നവർഗത്തെ ചൂഷണം ചെയ്യുന്ന സമ്പന്നവർഗത്തെ കൊള്ളയടിക്കുക, റോമാക്കാരെ കൊള്ളയടിക്കുക, ഇതൊക്കെയായിരുന്നു. പിന്നെ സിക്കാരെ അഥവാ കൊലയാളികൾ എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ പൊതുവെ എല്ലാത്തിനെയും കൂടെ ഞാൻ സെലറ്റ് എന്നുള്ള സമൂഹത്തിൽ അങ്ങ് ഒരുമിച്ച് പറയുന്നതേ ഉള്ളൂ. എന്നാൽ വിവിധങ്ങളായ ഉപവിഭാഗങ്ങളായിരുന്നു. സിക്കാരിയസ് എന്ന സിംഗുലർ പറഞ്ഞ വാളെടുക്കുന്നവരായിരുന്നു സിക്കാർ എന്ന് പറയുന്നത്. ഇങ്ങനെ അപ്പം സെലറ്റ്, കൊള്ളക്കാർ അഥവാ ബണ്ടറ്റ്സ്, സിക്കാരെ തുടങ്ങിയ എന്താണ് യുദ്ധം ചെയ്യുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ നിരവധി സമൂഹങ്ങൾ യഹൂദന്മാരുടെ ഇടയിൽ ഉടലെടുത്തു. തീഷ്ണവാന്മാരായിരുന്ന ആൾക്കാരായിരുന്നു ഈ എരിവുകാരും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ. സെലറ്റ് എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം തീഷ്ണതയുള്ളത്. സെലസ് എന്നുള്ള വാക്ക് നമുക്കറിയാം. ഇംഗ്ലീഷിൽ സെലസ് എന്നുള്ള വാക്ക് അതിന്റെ അർത്ഥം തീഷ്ണതയുള്ളതെന്നാണ്. അങ്ങനെ തീഷ്ണതയുള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ് സെലറ്റ് എന്നവർക്ക് പേര് വന്നത്. സാറേ ഈ പൗലോസും ഈ എരിവുകാരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു. പൗലോസ് പരീക്ഷന്മാരുടെ സമൂഹത്തിൽപ്പെടുന്നതാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. പൗലോസ് ഒരു പരീക്ഷനായിരുന്നുകൊണ്ട് ഒരിക്കല് പൗലോസിനെ അവരുടെ വിചാരണ ചെയ്യുന്നുണ്ട്. പൗലോസ് തടിതപ്പുന്ന തന്നെ പരീക്ഷന്മാരും സദൂക്യരും തമ്മിൽ ലാസ്റ്റ് ഉടക്കുണ്ടാക്കിക്കൊണ്ടാണല്ലോ അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ അറിയാം. പൗലോസ് ഒരു പരീക്ഷനായിരുന്നു. അല്ലാതെ തന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. പൗലോസ് 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട് പരീക്ഷന്മാരുടെ സമൂഹത്തിൽപ്പെടുന്നവരായിരുന്നു പൗലോസ്. ബ്രദർ ചോദിച്ചത് പൗലോസ് ഒരു വളരെ തീഷ്ണതയുള്ള ഒരു വ്യക്തി ആയിരുന്നത് കൊണ്ടാണ്. എന്നാൽ പൗലോസ് ഇങ്ങനെ ആയുധമെടുക്കുന്ന മറക്കാരനായിരുന്നില്ല. ന്യായപ്രമാണം സംബന്ധിച്ച് വളരെ തീഷ്ണതയുള്ളവനായിരുന്നു. എന്നാൽ ആയുധമെടുത്ത് കായികമായി റോമാക്കാർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ആ ഒരു സമൂഹത്തിൽപ്പെടുന്നവനായിരുന്നില്ല. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിമിൽ നിന്ന് ജനിച്ച എബ്രാഹിം ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചത്.
പൗലോസിന്റെ ശുഷ്കാന്തി അല്ലെങ്കിൽ തീവ്രവാദം ഒക്കെ വന്നത് റോമാക്കാർക്കെതിരായിട്ടായിരുന്നില്ല. യഹൂദ സമൂഹത്തിന് ഒരു ഭീഷണി എന്ന് കരുതിയ ക്രിസ്തീയ സഭയ്ക്കെതിരായിട്ടായിരുന്നു പൗലോസിന്റെ തീഷ്ണത. അതാണ് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചത്. പൗലോസ് റോമിനെതിരെ റിവോൾട്ട് ഒന്നും നടത്തിയിട്ടില്ല. മറിച്ച് പൗലോസ് റോമൻ ഭരണ സംവിധാനത്തെ ചില അവസരങ്ങളിലൊക്കെ അവരുടെ സഹായം സ്വീകരിച്ച് രക്ഷപ്പെടുന്നുണ്ട്. പൗലോസിനെ വിചാരണ ചെയ്യുന്നുണ്ട്. പൗലോസിനെ രക്ഷയില്ലാതെ വരുമ്പോൾ കൈസറെ അഭയം ചൊല്ലുന്നുണ്ട്. ഒരു എരിവുകാരൻ അങ്ങനെ ചെയ്യില്ല, ജീവൻ പോയാലോ അങ്ങനെ ചെയ്യില്ല. ഞാൻ പറഞ്ഞ ക്ലിയർ ആണെന്ന് ചിന്തിക്കുന്നു. പൗലോസ് ഒരു പരീക്ഷനായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മറ്റൊന്നായിരുന്നു ന്യായശാസ്ത്രിമാർ, അഥവാ നമ്മൾ ശാസ്ത്രിമാരെന്ന് ചുരുക്കി പറയാം, സ്ക്രൈബ്സ് എന്ന് പറയുന്ന ന്യായശാസ്ത്രിമാർ. ഈ ന്യായശാസ്ത്രിമാരുടെ ഉത്ഭവം എന്ന് പറയുന്നത് വളരെ പുരാതനമാണ്. അവര് പ്രവാസ പൂർവ്വകാലത്ത്, അതായത് BC 586 മുൻപ് തന്നെ, BC 586 മൂന്നാമത്തെ നെബൂഖദ്നേസറിന്റെ അറ്റാക്ക് നടക്കുകയും യഹൂദന്മാർ പൂർണ്ണമായിട്ടും ബാബേൽ പ്രവാസത്തിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ അതിന് മുൻപ് തന്നെ 586 BC, ക്രിസ്തുവിനും 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നിയമപരമായ എഴുത്തുകുത്തുകൾ, രാജാക്കന്മാരുടെ ദിനവൃത്താന്തങ്ങൾ എന്നിവ എഴുതി വന്നവരും രാജധാനികളിൽ പ്രവർത്തിച്ചിരുന്നവരുമായ ശാസ്ത്രിമാരുണ്ടായിരുന്നു. അതിനു മുമ്പ് നോക്കിയാല് ദാവീദിന്റെ സമയത്ത് പോലും ശാസ്ത്രിമാരുണ്ടായിരുന്നു. 1 ദിനവൃത്താന്തം 27:32 നിങ്ങൾ വായിച്ചാൽ, 1 ദിനവൃത്താന്തം 27:32 ദാവീദിന്റെ ചിറ്റപ്പനായിരുന്ന യോനാഥാനെ പറ്റി പറയുന്ന അവൻ ബുദ്ധിമാനായ ഒരു മന്ത്രിയും ശാസ്ത്രിയുമായിരുന്നു എന്ന് കാണുന്നു. അപ്പം ക്രിസ്തുവിനും ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18 കാണുന്ന 2 രാജാക്കന്മാർ 18:18 അവിടെ പറയുന്നുണ്ട്, രായസക്കാരനായ ഷെബ്ന. രായസക്കാരൻ എന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയാൽ അത് ഷെബ്ന ദ സ്ക്രൈബ് എന്നാണ് പറയുന്നത്. രായസക്കാരനായ ഷെബ്നയും, അതുപോലെ 2 രാജാക്കന്മാർ 22:8 കാണുന്ന രായസക്കാരനായ ഷാഫാൻ ദ സ്ക്രൈബ്. അവരൊക്കെ ശാസ്ത്രിമാരായിരുന്നു. അപ്പോൾ ദാവീദിന്റെ കാലത്ത് തന്നെ സ്ക്രൈബ്സ് അല്ലെങ്കിൽ ശാസ്ത്രിമാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായിട്ടും നിയമപരമായ എഴുത്തുകുത്തുകൾ നടത്തുക, രാജാക്കന്മാരുടെ ദിനവൃത്താന്തങ്ങൾ എഴുതുക, ഇതൊക്കെയായിരുന്നു ഇവർ ചെയ്തു വന്നിരുന്നത്. പ്രവാസാനന്തരം പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നവരിൽ ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ വരുന്നെങ്കിൽ പറയാം. എസ്രാ ശാസ്ത്രി. എസ്രായെ പോലെ ന്യായപ്രമാണ വിദഗ്ധന്മാർ, അവർ ന്യായപ്രമാണം ജനത്തോട് ഉപദേശിക്കുകയും ന്യായപ്രമാണം പകർത്തി എഴുതുകയും ചെയ്തു വന്നു. എസ്രാ 7:6 പറയുന്നുണ്ട്, ഈ എസ്രാ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. സാറേ, അവർക്ക് പർട്ടിക്കുലർ ജോബ് അല്ലേ അത്? എന്തുകൊണ്ടാണ് ഒരു സെക്ടായിട്ട് കണക്കാക്കുന്നത്? ആ ജോബ് ചെയ്തു വന്നിരുന്നവരാണ് ശാസ്ത്രിമാർ എന്ന് പറയുന്ന ഒരു സമൂഹം. ഇവരെല്ലാവരും യഹൂദന്മാരിൽ പെടുന്നവരായിരുന്നു. ഇവരെ ആ ഒരു ജോബ് ചെയ്തു വന്നിരുന്നവർ ശാസ്ത്രിമാർ. ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, ശാസ്ത്രിമാരും പരീക്ഷന്മാരും എന്ന് പറഞ്ഞ കർത്താവ് തന്നെ എടുത്ത് പറയുന്നുണ്ടല്ലോ. സമൂഹമായി വർത്തിച്ചു വന്നിരുന്നു ആ ശാസ്ത്രിമാർ എന്ന് പറയുന്നത്. ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ചോദ്യം എനിക്ക് മനസ്സിലായി. പക്ഷെ കർത്താവിന്റെ കാലഘട്ടം ആയപ്പോഴത്തേക്ക് അത് ഞാൻ അവിടേക്ക് വരികയാണ്. ഇച്ചിരൂടെ ഒരു 2-3 സെന്റൻസ് കഴിയുമ്പോൾ അത് ക്ലിയർ ആവും. ആരാ എന്നോട് ചോദിച്ചത്? താങ്ക് യു സർ. ആരാ ചോദിച്ച? തോമസ്. ഓക്കെ, 2 സെന്റൻസ് കൂടെ പറയുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഈ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷാകാലമായപ്പോഴേക്കും ശാസ്ത്രിമാർ ന്യായപ്രമാണത്തോടൊപ്പം പാരമ്പര്യങ്ങളും വാമൊഴികളും ലിഖിതങ്ങളാക്കി മാറ്റിയിരുന്നു. പാരമ്പര്യങ്ങൾ, ന്യായപ്രമാണത്തോട് പാരമ്പര്യങ്ങളും വാമൊഴികളായി കൈമാറപ്പെട്ടിരുന്ന ചിലതൊക്കെ അവര് ലിഖിത നിയമങ്ങളാക്കി മാറ്റി. ഇവർ ന്യായപ്രമാണത്തിന്റെ സൂക്ഷിപ്പുകാർ, വ്യാഖ്യാതാക്കൾ,
അധ്യാപകർ, നിയമജ്ഞർ എന്നീ നിലകളിൽ മാനിക്കപ്പെട്ടു. ഇതൊരു സമൂഹമായി രൂപപ്പെടുന്ന അങ്ങനെയാണ്. പണ്ട് ഈ തൊഴിൽ ചെയ്തിരുന്ന ചിലരൊക്കെയാണ്. എന്നാൽ പിന്നീട് ഇത് ചെയ്തു വന്നിരുന്നവർ, അതിന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഇന്ത്യയിൽ ഈ ചാതുർവർണ്ണ്യം വന്നപ്പോൾ, ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും. യുദ്ധം ചെയ്യുവാനായിട്ട് ചില തിരിച്ചു, ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുവാനായിട്ട് ചിലരെ തിരിച്ചു, ചെറിയ ജോലികൾ ചെയ്യാനായിട്ട് ചിലരെ തിരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുൾപ്പെടുന്ന സമൂഹത്തെ തന്നെ ആ വേല ചെയ്യുന്നവരെന്നുള്ള നിലയിൽ അവർക്ക് ചില വ്യക്തമായ ഗ്രൂപ്പുകളായി അവർ തിരിക്കപ്പെട്ടു, ജാതികളായി തിരിക്കപ്പെട്ടു. അതുപോലെ മുൻകാലത്തെ എഴുത്തുകുത്തുകളൊക്കെ നടത്തിയിരുന്നവർ ശാസ്ത്രീയായ എസ്രായുടെ കാലമൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ന്യായപ്രമാണത്തിൽ ആധികാരികമായ പഠനം നടത്തുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്ത് വ്യാഖ്യാനിച്ച് ആ സമൂഹത്തിൽപ്പെട്ടവർ പൊതുവെ അവർ ന്യായപ്രമാണത്തിന്റെ സൂക്ഷിപ്പുകാർ, വ്യാഖ്യാതാക്കൾ, അധ്യാപകർ, ന്യായപ്രമാണത്തിൽ പാണ്ഡിത്യമുള്ള നിയമജ്ഞർ എന്നീ നിലകളിൽ മാനിക്കപ്പെട്ടു. അതൊരു സമൂഹമായി എണ്ണപ്പെടുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത് ബ്രദറിനെ ക്ലിയർ ആയെന്ന് ഞാൻ ചിന്തിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. മനസ്സിലായി. മുൻപ് ഞാൻ പറഞ്ഞല്ലോ, സാദുസീസ് അഥവാ സദൂക്യർ, പരീശന്മാർ, അവരെ പോലെ ശാസ്ത്രിമാരിലും പ്രമാണിമാരായ ചിലർ സന്നദ്ധി സംഘാംഗങ്ങളായിരുന്നു. സന്നദ്ധി സംഘം എന്ന് പറയുന്നത് നമ്മുടെ മലയാളം ബൈബിളിൽ ന്യായാധിപ സംഘം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന, സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന സന്നദ്ധി സംഘം. മഹാപുരോഹിതൻ അധ്യക്ഷനായിട്ട് യെരൂശലേമിലെ സന്നദ്ധി സംഘത്തിൽ 71 പേരുണ്ട്. അതിൽ പരീശന്മാരുണ്ട്, സദൂക്യരുണ്ട്, ശാസ്ത്രിമാരുണ്ട്. മറ്റു പട്ടണങ്ങളിൽ 23 പേരുടെ സന്നദ്ധി സംഘമുണ്ട്. അപ്പൊ യെരൂശലേമിൽ 71 പേരുടെ സന്നദ്ധി സംഘം. അധ്യക്ഷൻ മഹാപുരോഹിതനാണ്. ന്യായപ്രമാണം സംബന്ധിച്ചുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുകയും വിസ്താരം നടത്തുകയും ശിക്ഷ വിധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന അവരായിരുന്നു. എന്നാൽ റോമാഭരണം നിലവിൽ വന്ന ശേഷം ഇവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുവാനുള്ള അധികാരം റോമാക്കാർ നീക്കിക്കളഞ്ഞു. കാരണം അവിടെ റിവോൾട്ട് സാധാരണമായിരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ കൂടെ റോമിന് വിരോധമായിട്ടുള്ള വിപ്ലവങ്ങൾ ഉണ്ടാകുന്ന, കലാപങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമായിരുന്നു. അതുകൊണ്ട് പിൽക്കാലത്ത് ക്യാപിറ്റൽ പണിഷ്മെന്റിനുള്ള അധികാരം അവരിൽ നിന്ന് എടുത്തു കളഞ്ഞു. അതുകൊണ്ടാണ് അവർ കർത്താവിനെ വിചാരണ ചെയ്യുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോന്ന് പിലാത്തോസ് പറയുന്നത് കൊല ചെയ്യുവാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞാണ് അവർ പറയുന്നത്. എന്നാൽ പിൽക്കാലത്ത് അതിനുശേഷവും അവർ ചെയ്തിട്ടുണ്ട്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് ന്യായാധിപ സംഘം എല്ലാം കൂടിയാണ്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഓക്കെ. അപ്പം ശാസ്ത്രിമാരിലും ചിലർ സന്നദ്ധ സംഘാംഗമായിരുന്നു, അംഗങ്ങളായിരുന്നു. മത്തായി 16:21, 26:3 തുടങ്ങിയ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. ഇനി മറ്റൊരു സമൂഹം നമ്മുടെ സിലബസിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ ചേർത്തന്നേ ഉള്ളൂ. സാമരിറ്റൻസ് അഥവാ ശമരിയർ ആക്ച്വലി ഒരു സമ്മിശ്ര ജാതിയായിരുന്നു. ജൂദിയായ്ക്കും ഗലീലയ്ക്കും ഇടയിലുള്ള പ്രദേശത്ത് പാർത്തിരുന്ന ശമരിയർ ഒരു സമ്മിശ്ര ജാതിയായിരുന്നു. അവരുടെ ചരിത്രം, അവരാരായിരുന്നു എന്നറിയണമെങ്കിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായം നിങ്ങൾ എടുത്ത് വായിച്ചാൽ മതി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ചരിത്രം അറിയുവാൻ സാധിക്കും. നമുക്ക് യഹൂദന്മാരുടെ ഇടയിലുള്ള വിവിധ ഗ്രൂപ്പുകൾ എന്നുള്ള വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു പോയിന്റിലേക്ക് പോവുകയാണ്. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അടുത്തത് prophecies about the Messiah are fulfilled in Jesus. The messianic prophecies of the Old Testament find their fulfillment in Jesus. മശിഹായെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, പഴയ നിയമത്തിൽ കാണുന്ന മശിഹയ്ക്ക് പ്രവചനങ്ങൾ യേശുവിൽ നിവർത്തി കണ്ടെത്തുന്നു. മശിഹയെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ, നിരവധി പ്രവചനങ്ങൾ യേശുവിൽ നിവർത്തി കണ്ടെത്തുന്നു. ഞാൻ ഒരു സെക്കൻഡ് അല്പം ചൂടുവെള്ളം കുടിച്ചുകൊള്ളട്ടെ. ചൂടുവെള്ളം അത് മാറ്റിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത്
യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തനക്, തോറ, നബീവിൻ, കെതൂവിൻ എന്ന 3 ഭാഗങ്ങളുള്ള യഹൂദന്മാരുടെ തിരുവെഴുത്തുകൾ, അതായത് നമ്മുടെ പഴയ നിയമം. പഴയ നിയമത്തിൽ വരുവാനുള്ള മശിഹയെ സംബന്ധിച്ച് ഏതാണ്ട് 300-ലധികം പ്രവചനങ്ങൾ, അടയാളങ്ങൾ പ്രവചനങ്ങളായി നൽകപ്പെട്ടിട്ടുണ്ട്. മശിഹയെ സംബന്ധിച്ച് 300-ലധികം അടയാളങ്ങൾ പ്രവചനങ്ങളായി നൽകപ്പെട്ടിട്ടുണ്ട്. യേശുവിന്റെ ജനനത്തിന് ഏതാണ്ട് 1450 വർഷങ്ങൾക്ക് മുൻപായി തുടങ്ങി. അതായത് മോശയുടെ കാലം തുടങ്ങി, ന്യായപ്രമാണം നൽകിയ കാലം തുടങ്ങി. 450 വർഷങ്ങൾക്ക് മുൻപ് വരെ എഴുതിയിട്ടുള്ള തിരുവെഴുത്തുകൾ, മലാക്കി പ്രവാചകൻ 430കളിലാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകം എഴുതപ്പെടുന്നത്. 1450-നും 450-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള തിരുവെഴുത്തുകളാണ് പഴയ നിയമ പുസ്തകങ്ങൾ. BC 1450-നും 450-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഈ തിരുവെഴുത്തുകളിൽ മോശയും പ്രവാചകന്മാരും മുഖാന്തരം ദൈവമായ യഹോവ മുന്നറിയിച്ചിട്ടുള്ള അരുളപ്പാടുകളുടെ നിവർത്തി, മശിഹയെ പറ്റി മുന്നറിയിച്ചിട്ടുള്ള അരുളപ്പാടുകളുടെ നിവർത്തി കർത്താവായ യേശുവിൽ പൂർണ്ണമായതായി കാണുന്നു. ചിലത് 300 എണ്ണം ഉണ്ടെങ്കിൽ 300 എണ്ണവും പറയുവാൻ നമുക്ക് സമയമില്ല. പറഞ്ഞാൽ നമുക്ക് ഈ സെമസ്റ്റർ മുഴുവൻ അത് പറയാനേ കാണത്തുള്ളൂ. ഒരു 10-20 എണ്ണം പറഞ്ഞു പോകാം. ഒന്നാമത് കന്യകയിലൂടെയുള്ള ജനനം. കന്യകയിലൂടെയുള്ള ജനനം സംബന്ധിച്ച് യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനത്തിനും 750 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തിട്ടുണ്ട്. ഐശയ്യാ 7:14, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഐശയ്യാ 9:6-7 വായിച്ചാട്ടെ. ഐശയ്യാ 9:6-7. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവ, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിലെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. പ്രവാചകനിലൂടെ ഇങ്ങനെ അരുളി ചെയ്തിരുന്നത് അതിന്റെ നിവർത്തിയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന്. അതിന്റെ ഫുൾഫിൽമെന്റ് കർത്താവായ യേശുക്രിസ്തു ആയിരുന്നുവെന്ന് നമ്മൾക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കാം. കന്യക ഗർഭിണിയായി പ്രസവിക്കുന്ന മകൻ, ആ ഇമ്മാനുവേൽ ആരാണ്? മത്തായി 1:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കന്യക ജനനം അല്ലെങ്കിൽ കന്യകയിൽ കൂടെയുള്ള ജനനം സംബന്ധിച്ച് 750 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തിരുന്നതിന്റെ നിവർത്തി സംഭവിച്ചു. അടുത്തത് ബേത്ലഹേമിലെ ജനനം. ബേത്ലഹേമിൽ ജനിക്കും. പ്രൊഫസി മീഖ 5:2. മീഖ 5:2. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ അയക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. എഫ്രാത്ത് എന്ന് പറയുന്ന ആ എബ്രായ വാക്കിന്റെ അർത്ഥം, ബേത്ലഹേം എഫ്രാത്ത് എന്ന് പറയുന്നുണ്ട്. എഫ്രാത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഫലഭൂയിഷ്ടമായ,
ഫ്രൂട്ട്ഫുൾ എന്നാണ് അർത്ഥം. ബേത്ലഹേം എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ബ്രെഡ്, അപ്പത്തിന്റെ ഭവനം എന്നാണ് അർത്ഥം. എഫ്രാത്തും ബേത്ലഹേമും യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്തിന്റെ 2 പേരുകളാണ്. അതിന്റെ തെളിവായിട്ട് ഉൽപ്പത്തി പുസ്തകം 35:19 വാക്യം ഞാൻ പറഞ്ഞു, പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. ഉൽപ്പത്തി 35:19, 48:7, 48:7, രൂത്തിന്റെ പുസ്തകം 1:2, 4:11, രൂത്ത് 1:2, 4:11. ഈ വചനഭാഗങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാവും. പുരാതനമായി ആ നഗരത്തിന്റെ കനാന്യ നാമമായിരുന്നു എഫ്രാത്ത്. കനാന്യ നാമം, കനാന്യരാൻ എഫ്രാത്ത് എന്നായിരുന്നു പേര് വിളിച്ചിരുന്നത്. ഫലഭൂയിഷ്ഠമായ നഗരം എന്നുള്ള അർത്ഥത്തിൽ എഫ്രാത്ത് എന്ന് വിളിച്ചിരുന്നു. യഹൂദന്മാർ അതിനെ ബേത്ലഹേം എന്ന് വിളിച്ചതായിരുന്നു. യഹൂദന്മാർ പിൽക്കാലത്ത് അതിനെ അപ്പത്തിന്റെ ഭവനം എന്ന് പറഞ്ഞ് ബേത്ലഹേം എന്ന് വിളിച്ചു. നമുക്കറിയാം എങ്ങനെ പട്ടണങ്ങളുടെ പേര് മാറ്റി വിളിക്കുന്നത്. ലൂസ് എന്ന് പറയുന്ന പട്ടണത്തെ ബേഥേൽ എന്ന് പേർ വിളിച്ചതും, യബൂസ് എന്ന് പറയുന്ന നഗരത്തെ യെരുശലേം എന്ന് പേർ വിളിച്ചതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മീഖയുടെ പുസ്തകത്തിൽ പറയുന്നു, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന്റെ അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും, അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതുമാകുന്നു. ഇങ്ങനെ മശിഹായുടെ ജനനം സംബന്ധിച്ച്, മശിഹ ജനിക്കുന്നത് എവിടെയാണ് എന്ന് സംബന്ധിച്ച് മീഖാ പ്രവാചകനിലൂടെ യേശുവിനെ 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മീഖാ പ്രവാചകനിലൂടെ ദൈവമായ യഹോവ അരുളി ചെയ്തിരുന്നു. മീഖാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യോഥാം, ആഹാസ്, എഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്താണ് മോരസ്ഥനായ മീഖയ്ക്ക് ശമരിയെയും യെരുശലേമിനെയും കുറിച്ച് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ രാജാക്കന്മാരുടെ കണക്ക് വെച്ചാണ് ഞാൻ പറഞ്ഞത് BC 8-ാം നൂറ്റാണ്ടിലാണ്, BC 750 യോഥാം യഹൂദയുടെ ഭരണത്തിൽ വരുന്നത്. 686 ഹിസ്കിയാവ് മരിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിൽ 750-നും 686-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ മീഖ പ്രവചിക്കുകയും ദർശിക്കുകയും ചെയ്തിരുന്നു. അതായത് ക്രിസ്തുവിന് 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എവിടെയാണ് മശിഹ ജനിക്കുന്നത് എന്നുള്ളത് പ്രവചിച്ചിരുന്നു. ആ പ്രവചനത്തിന്റെ നിവർത്തി, ഫുൾഫിൽമെന്റ് മത്തായി 2:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ആരും വായിച്ചാട്ട് മത്തായി 2:1 മുതൽ 6 വരെ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശുവിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേം ഒക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദിയയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, അപ്പോൾ മീഖാ പ്രവാചകനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഹെരോദാവിനോട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പറയുന്നത് ജനത്തെ മേയ്പ്പാനുള്ള മശിഹ അഥവാ ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ മാത്രമല്ല ലോകമെമ്പാടും ക്രിസ്മസ് ആചരിക്കുമ്പോൾ അത് ആചരിക്കുന്നവർ പലരും പുൽക്കൂടുണ്ടാക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പഴയ സ്റ്റുഡൻസിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അവർക്കറിയാം. ആ പുൽക്കൂട്ടിൽ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ ബേത്ലഹേമിൽ എത്തി കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ശിശുവിന് പൊന്നും കുതിരക്കവും ഊരും കാഴ്ചവെക്കുന്നതായി കാണാം. ദിവസം വായിക്കാത്തതിന്റെ കുഴപ്പമാണ്, ശ്രദ്ധിച്ച് വായിക്കാത്തതിന്റെ. സത്യത്തിൽ വിദ്വാൻമാരല്ല, ആട്ടിടയന്മാരാണ് യേശുവിനെ പശുത്തൊട്ടിയിൽ കിടക്കുന്ന അവസ്ഥയിൽ കണ്ടത്. സംശയമുണ്ടെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം
8 മുതൽ 18 വരെ ആ സംഭവം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിദ്വാൻമാര് പശുത്തൊട്ടിയിൽ വന്നല്ല യേശുവിനെ കാണുന്നത്. പാവം പിടിച്ച ആട്ടിടയന്മാർ ആ പാവങ്ങളുടെ കയ്യിൽ കാഴ്ചവെക്കുന്നതിന് പൊന്നും കുതിരക്കവും മൂരും പോലെയുള്ള വിലയേറിയ സാധനങ്ങളൊന്നുമില്ല. അവരെ ആടുകളെ മേയിച്ചുകൊണ്ട് പുറംപറമ്പിൽ കിടക്കുകയായിരുന്നു. ആട്ടിൻകൂട്ടത്തിനെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ തങ്ങളോട് ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ട് കുറെ ദൂതന്മാർ ദൈവത്തെ പുകഴ്ത്തിയ പാട്ട് കേട്ട് അവരെ പുറപ്പെട്ടു. ദൂതന്മാർ അവരെ വിട്ട് പുറപ്പെട്ടു പോയ ഉടൻ തന്നെ അവര് യാത്ര ചെയ്ത് പോയി. അടുത്ത തന്നെ ബേത്ലഹേമിലേക്ക് പോയി. കാലിത്തൊഴുത്തിൽ കിടന്ന ആ ശിശുവിനെ ആട്ടിടയന്മാരെ കാണുകയായിരുന്നു. ലൂക്കോസ് 2:4-5 വാക്യങ്ങൾ. അങ്ങനെ യോസഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോട് കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ടു. യഹൂദിയയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. ഇനി അവൾ പ്രസവിച്ചത് കാലിത്തൊഴുത്തിലല്ല, അതുകൂടെ ശ്രദ്ധിക്കുക. ലൂക്കോസ് 2:7 അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. പ്രസവിച്ചത് എവിടെയെന്ന് പറയുന്നില്ല. 2:15-16 വാക്യങ്ങൾ. ലൂക്കോസ് 2:15-16. ഞാൻ തെറ്റായിട്ടൊന്നും പറയുന്നത് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. അത് നിങ്ങളങ്ങ് അംഗീകരിച്ചാൽ മതി. ദൈവനം പറയുന്നത് അംഗീകരിക്കാമല്ലോ. ലൂക്കോസ് 2:15-16. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. ആരാ ചെന്ന് കണ്ടത്? ആരാ കണ്ടത്? ഇടയന്മാർ. ഇനി മത്തായി എഴുതിയ സുവിശേഷം, ലൂക്കോസിനെ അവിടെ നിർത്തിയിട്ട് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വരിക. അവിടെ വിദ്വാൻമാരുടെ വരവ് സംബന്ധിച്ച് എഴുതുമ്പോൾ അവരെവിടെ വന്ന യേശുവിനെ കാണുന്നത്? ആ വീട്ടിൽ ചെന്ന് യേശുവിനെ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീട് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുതിരക്കവും മൂരും കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. മത്തായി 2:11. അവര് കാലിത്തൊഴുത്തിലല്ല വിദ്വാൻമാർ വന്നത്, അവർ വീട്ടിൽ ചെന്ന് കണ്ടു. അതുപോലെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ അവരെത്തിയത് മിക്കവാറും യേശുവിന്റെ ജനനത്തിന് ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാമെന്ന് അനുമാനിക്കാം. എങ്ങനെ അനുമാനിക്കാം? മത്തായി 2:16. മത്തായി 2:16 ഇപ്രകാരം കാണുന്നു: വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ടു, വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിന് ഒത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബേത്ലഹേമിലോ അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു. അപ്പോൾ വിദ്വാൻമാരോട് ചോദിച്ചു. വിദ്വാൻമാർ പറയാ 2 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേമിൽ ഒരു ശിശു ജനിച്ചിരിക്കുന്നു, രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വിദ്വാൻമാരോട് ചോദിച്ച് ആ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുള്ള കുട്ടികളെ ഹെരോദാവ് കൊല്ലിച്ചു. അതുകൊണ്ട് പ്രായം സംബന്ധിച്ചു അപ്പോഴത്തേക്ക് 2 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കുക. അവര് ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്ന ആൾക്കാരാണ്. അവര് യേശുവിനെ വന്ന് കാണുന്നത് കാലിത്തൊഴുത്തിലല്ല. ശുദ്ധ വിവരക്കേടാണ് ഈ പുൽത്തൊട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വിദ്വാൻമാര് വന്ന് പൊന്നും മൂരും കുന്തിരിക്കവും കൊണ്ട് നിൽക്കുന്നതായിട്ടൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചുവെങ്കിലും സ്വീകരിക്കാൻ പ്രയാസമുള്ളവര് അവരെ സ്വീകരിക്കേണ്ട. നമുക്ക് ദൈവവചനം തരുന്ന തെളിവനുസരിച്ച് വിദ്വാൻമാരല്ല അവിടെ വന്നത്, ആട്ടിടയന്മാരാണെന്ന് മനസ്സിലാക്കാം. മുന്നോട്ട് പോവാം. നിങ്ങളുടെ അറിവിനായിട്ട് ഇത്തരം കാര്യം പറഞ്ഞതേ ഉള്ളൂ. ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ ക്രിസ്തു ജനിക്കുമെന്ന് 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവമായ യഹോവ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിരുന്നത് അത് യഹൂദന്മാർക്ക് അറിവായിരുന്നു. അവരുടെ പ്രതീക്ഷ ബേത്ലഹേം എഫ്രാത്ത് ആ നഗരത്തെ നോക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ഫിലിപ്പോസ് എന്ന് പറയുന്ന ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസറത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ നഥനയേൽ പറയുന്നത് എന്താണ്? നഥനയേലിന്റെ മറുപടി എന്തായിരുന്നു?
നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നസ്രേത്തിൽ നിന്നാണോ വരേണ്ടത്? ബേത്ലഹേമിൽ നിന്നല്ലേ? കാരണം യേശു നസ്രേത്തുകാരൻ എന്നാണ് ഫിലിപ്പോസ് അവനെ പരിചയപ്പെടുത്തുന്നത്. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും കണ്ടെത്തിയിരിക്കുന്ന അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ എന്ന് പറയുമ്പോൾ നദലയേൽ എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ്, നസ്രേത്തിൽ നിന്നാണ് ഇവിടെ വരേണ്ടത്. നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ബേത്ലഹേമിൽ നിന്നാണ് വരേണ്ടത്. ബേത്ലഹേമിൽ ക്രിസ്തു ജനിക്കും. അങ്ങനെയാണ് മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നത്. നസ്രേത്തുകാരൻ എങ്ങനെ ക്രിസ്തു ആകും? അതാണ് നദലയേൽ ചോദിച്ചത്. അതുപോലെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്ക് പ്രകാരം കാണാൻ സാധിക്കും. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യോഹന്നാൻ 7-ാം അധ്യായത്തില് കർത്താവിന്റെ അരുളപ്പാട് കേട്ട പുരുഷാരം അവൻ ക്രിസ്തുവാകുന്നു എന്ന് പറയുമ്പോൾ അവരിൽ ചിലർ മശിഹ എവിടെയാ ജനിക്കുന്നതെന്ന് മീഖാ പ്രവാചകനിലൂടെ യഹോവ അരുളി ചെയ്തത് ഓർമ്മിപ്പിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്നും ദാവീദ് ഗ്രാമമായ ബേത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നില്ലയോ എന്ന് ചോദിച്ചു. യോഹന്നാൻ 7:42. കാരണം അവരെല്ലാം അറിഞ്ഞിരുന്നത് യേശു നസ്രേത്തുകാരൻ എന്നുള്ള അഡ്രസ്സിലായിരുന്നു. അത് പോട്ടെ. അപ്പം നമ്മൾ 2 കാര്യങ്ങൾ കണ്ടു. യേശുവിന്റെ ജനനം സംബന്ധിച്ചുള്ള പ്രവചനം നിവൃത്തിയായി. ബേത്ലഹേമിലെ കന്യകയിലുള്ള ജനനം, ബേത്ലഹേമിൽ ജനനം. 3-ാമത് മോശയെ പോലെ ഒരു പ്രവാചകൻ. അവൻ മോശയെ പോലെ ഒരു പ്രവാചകനായിരിക്കും. ആവർത്തന പുസ്തകം 18:15 മോശ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനും അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ആവർത്തന പുസ്തകം 18:15. അപ്പോൾ മോശയെ പോലെ ഒരു പ്രവാചകൻ വരും. മോശയിലൂടെ ദൈവം അവരെ മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത പോലെ വരുവാനുള്ള പ്രവാചകൻ തങ്ങളെ വീണ്ടെടുത്ത് രക്ഷിക്കുമെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. ആ പ്രവാചകനാണ് തങ്ങളുടെ മശിഹ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ നാം ഒരു സംഭവം കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം. സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തെങ്കിൽ ഇരുന്ന് തങ്ങളോട് ഭിക്ഷ യാചിച്ച മുടന്തനെ പത്രോസ് യോഹന്നാനും കൂടെ ഉറ്റുനോക്കി അവനോട്, പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പൊഴുത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്ന് അവൻ നടന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ദൈവത്തെയാണ് അവൻ പുകഴ്ത്തുന്നത്, പത്രോസിനെ യോഹന്നാനെയുമല്ല. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം കൊണ്ട് ശലോമോന്റേത് എന്ന പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട്, അപ്പോസ്തലപ്രവൃത്തി 3:22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 3:22 മുതൽ 26 വരെ. അല്ലെന്ന് വായിച്ച് സഹായിക്കണേ. നിങ്ങളോട്, നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. അത്രയുമല്ല, ശമൂവേൽ ആദ്യമായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അയച്ചിരിക്കുന്നു. നോക്ക്, അവിടെ പത്രോസ് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ആവർത്തനം 18:15 ഉദ്ധരിക്കുകയാണ്. എന്ന് മോശ അവരോട് പറഞ്ഞിരുന്ന ആ പ്രവാചകൻ യേശു, ആ പ്രവാചകനാണ് യേശു. മോശയിലൂടെ ദൈവം അരുളി ചെയ്തിരുന്ന പ്രവചനത്തിന്റെ നിവർത്തിയാണ് യേശു എന്ന് പത്രോസ് അവിടെ കൂടി വന്ന ജനത്തോട് ഓർമ്മിപ്പിക്കുന്നതാണ് നാം അവിടെ കാണുന്നത്.
നമ്മുടെ കർത്താവിന്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് കർത്താവിന്റെ അരുളപ്പാട് കേട്ട ജനമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാൻ 7:40 മുതൽ 42, 40, 41, 42. യോഹന്നാൻ 7:40, 41, 42. പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ ആ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു. ആ പ്രവാചകൻ എന്ന് പറയുന്നത് അവരുടെ പ്രതീക്ഷയായിരുന്ന മശിഹ. വേറെ ചിലർ ഇവൻ ക്രിസ്തു തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ് മശിഹ. ക്രിസ്തു എന്നുള്ള മശിഹയ്ക്ക് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന ആൾ. അപ്പൊ ചിലർ ചോദിക്കുകയാണ്, ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത്? പ്രശ്നമായി. ചിലരുടെ സംശയം അതാണ്, ഗലീലയിൽ നിന്നാണ് വരുന്നത്. കാരണം യേശുവിനെ അവരറിയുന്നത് ദാവീദിന്റെ ഗലീലയിൽ നിന്ന്, നസ്രത്തിൽ നിന്നാണ് വരുന്നതെന്നാണ്. നസ്രത്ത് ഗലീല പട്ടണമാണ്. ദാവീദിന്റെ സന്തതിയിൽ നിന്നും, ദാവീദ് പാർത്ത ഗ്രാമമായ ബേത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നില്ലയോ എന്ന് പറഞ്ഞു. അപ്പം യേശുവിന്റെ വീര്യപ്രവർത്തികൾ കണ്ടിട്ട് ചിലർ പറയുകയാണ്, ഇവനാണ് ആ സാക്ഷാൽ പ്രവാചകൻ, നമ്മൾ കാത്തിരുന്ന ക്രിസ്തു ഇവൻ തന്നെ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ അരുളപ്പാട് കേട്ടവർ, അവന്റെ പ്രവൃത്തി കണ്ടവർ ചിലർ പറയുന്നുണ്ട്, ഇവനാണ് സാക്ഷാൽ ആ പ്രവാചകൻ. മോശ നമ്മോട് അരുളി ചെയ്ത ആ പ്രവാചകൻ ഇവനാണ് മശിഹ. അപ്പൊ ചിലർ പറയുകയാണ്, മശിഹ വരുന്നത് ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ നിന്നാണ് മശിഹ വരുന്നത്. യേശു ബേത്ലഹേമിലാണ് ജനിച്ചതെന്ന കാര്യം അറിയാത്തത് കൊണ്ട് അവരങ്ങനെ പറയുകയായിരുന്നു. ഞാന് ഇത് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യഹൂദന്മാരെ വളരെ മോശക്കാരായൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരിക്കുക. എന്നാൽ അവർക്ക് ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നതൊക്കെ ഹൃദിസ്ഥമായിരുന്നു എന്ന കാര്യം ഓർക്കുമ്പോൾ ഇന്നത്തെ പല ക്രിസ്ത്യാനികളെക്കാളും എത്രയോ മെച്ചമായിരുന്നുവെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ക്രിസ്തു വരുമെന്ന പ്രത്യാശ ഉണ്ടായിരുന്നു. അവർക്ക് ക്രിസ്തു എവിടെ ജനിക്കും, ആരുടെ സന്തതിയായി ജനിക്കുമെന്ന നിശ്ചയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പ്രത്യാശ പോയിട്ട് തിരുവെഴുത്തുകളിൽ, ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്നറിയാത്ത എത്രയോ പേരിന്ന് നമ്മുടെ ഇടയിൽ ക്രിസ്ത്യാനികളായിട്ടുണ്ട്. ഇനി അഥവാ 66 പുസ്തകം എന്നറിയാമെങ്കിലും പഴയ നിയമത്തിൽ എത്ര പുസ്തകം ഉണ്ടായാലും പുതിയ നിയമത്തിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് നിങ്ങളുടെ കൂട്ടുവിശ്വാസികളോട് ചോദിച്ചു നോക്ക്. ഞാൻ ചിന്തിക്കുന്ന ഒരു 50% ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് പറയാൻ അറിയുന്നവർ കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാ നമ്മൾ പുച്ഛിക്കുന്നവരായ യഹൂദന്മാർക്ക് തിരുവെഴുത്തുകളിൽ ഗാഢമായ ആഴമായ അറിവുണ്ടായിരുന്നു. ഓക്കെ, മുന്നോട്ട് പോവാം. തിരുവെഴുത്തുകളിൽ മോശയും പ്രവാചകന്മാരും മുഖാന്തരം ദൈവമായ യഹോവ മുന്നറിയിച്ചിട്ടുള്ളത് പോലെ ആ അള്ളപ്പാടുകളുടെ നിവർത്തി, കന്യകയിൽ കൂടി ജനനം, ബേത്ലഹേമിൽ ജനനം, മോശയെ പോലൊരു പ്രവാചകൻ. ഇനി അടുത്തതായിട്ട് യെരുശലേം പ്രവേശനം സംബന്ധിച്ചും പ്രവചനമുണ്ടായിരുന്നു. യെരുശലേം പ്രവചനം സംബന്ധിച്ച് സഖറിയ പ്രവാചകന്റെ പുസ്തകം 9:9. സഖറിയ 9:9 സ്ക്രീനിൽ കാണാം. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചനർത്തിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതക്കുട്ടിയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. യേശുവിന്റെ ശുശ്രൂഷ വേളയിൽ അതിന്റെ അന്ത്യത്തോട് അടുക്കുമ്പോൾ ഈ പ്രവചനത്തിന്റെ നിവർത്തി സംഭവിച്ചത് മത്തായിയുടെ സുവിശേഷത്തിലും യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി ഇങ്ങനെ പറയുന്നു, 21:4 മുതൽ 11 വരെ, സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറയുകയും പ്രവാചകൻ മുഖാന്തരം, സഖറിയ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം അവയുടെ മേൽ ഇട്ടു. അവൻ കയറിയിരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ച് മറ്റു ചില വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രന്റെ ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി. ഇവൻ ആരെന്ന് പറഞ്ഞു. ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പറഞ്ഞു. നോക്കുക, സഖറിയ പ്രവാചകനിലൂടെ നടത്തിയ ആ പ്രവചനത്തിന്റെ നിവർത്തി എന്നതുപോലെ യേശു കടന്നു വരുന്ന കാഴ്ച യോഹന്നാൻ 12:12 മുതൽ 15 വരെ വായിച്ചാലും നമുക്കത് കാണുവാൻ സാധിക്കും. ആരെങ്കിലും എടുത്തെങ്കിൽ വായിക്കാം. യോഹന്നാൻ 12:12 മുതൽ 15 വരെ. പിറ്റേന്ന് യേശു പെരുന്നാൾക്ക് വന്ന ഒരു വലിയൊരു പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. യേശു ഒരു ചെറിയ
കണ്ടിട്ട് അതിന്മേൽ കയറി, സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. എവിടെ എഴുതിയിരിക്കുന്നു? പ്രവചനങ്ങളിൽ സക്രിയാവ് എഴുതിയിട്ടുണ്ട്. ഹോശന്ന എന്ന് ജനമാർത്തു. ഹോശന്ന എന്നുള്ള എബ്രായ വാക്കിന് ഹോഷിയാന എന്നാണത്. ഹോഷിയാന, എബ്രായ ഭാഷയിൽ ഹോഷിയാന. സേവസ് ഓ ലോർഡ്, യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് അതിന്റെ ലിറ്ററൽ മീനിങ്, അക്ഷരാർത്ഥം. ഹോഷിയാന, യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. 118 സങ്കീർത്തനത്തിന്റെ 25, 26 വാക്യങ്ങളിൽ 118 സങ്കീർത്തനത്തിന്റെ 25, 26 വാക്യങ്ങൾ അവിടെ എങ്ങനെ വായിക്കുന്നു? ഹോശന്ന, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ, അല്ലെങ്കിൽ യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രവചനാത്മാവിൽ എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. കർത്താവിന്റെ എഴുന്നള്ളത്തിൽ ഹോഷിയാന എന്ന് ജനം വിളിച്ചു പറയുന്നത് യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറയുകയാണ്. ജനത്തിന്റെ ആ യാചന അല്ലെങ്കിൽ ആ വിളി, അതെല്ലാം യേശുവിന്റെ യെരൂശലേം പ്രവേശനം സംബന്ധിച്ചും ആ പ്രവചനങ്ങളുടെ നിവൃത്തി സംഭവിച്ചിരിക്കുകയാണ്. അടുത്തത് 5, സ്വജനം തള്ളിക്കളയും. സ്വജനം തള്ളിക്കളയും. 750 വർഷങ്ങൾക്ക് മുൻപ്, യേശുവിന് 750 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാ വിളിച്ചു പറഞ്ഞു, 53, 1 മുതൽ 3 വരെ, യെശയ്യാ 53ന്റെ 1 മുതൽ 3 വരെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയതൈ പോലെയും മരണനിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവന്റെ മുൻപാകെ വളരും. അവന് രൂപഗണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും വരുന്നു. അവനെ കാണുന്നവർ മുഖം മറിച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. പേരെ, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ ലിറ്ററൽ സെൻസ് എടുക്കരുത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം സൗന്ദര്യം ഇല്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ലോഥോവാർ ലൊവേലോ ഹൗദാർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലോഥോവാർ ലൊവേലോ ഹൗദാർ എന്നുള്ളതിന്റെ മീനിങ് നോ റിസംബ്ലൻസ്, നോ മെജസ്റ്റി. അവർ പ്രതീക്ഷിച്ച മശിഹായ്ക്ക് അവർ പ്രതീക്ഷിച്ചിരുന്ന ആ മഹത്വമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പ്രതീക്ഷിച്ചിരുന്ന മഹത്വം എന്ന് പറയുന്നത് വലിയ, അവരുടെ മഷിക എന്ന് പറയുന്ന വലിയ ഗംഭീര രൂപിയായ വലിയ രാജകുടുംബത്തിലോ ഹെരോദാവിന്റെ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ മഹാപുരോഹിതന്റെ മകനായിട്ടോ ഒക്കെ ജനിച്ചു വന്നിരുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നു. ഇതാ തെരുവിലുള്ള സാധാരണ മനുഷ്യരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, സാധാരണക്കാരനായ ഒരു തച്ചന്റെ മകനായി അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് പറയുന്നത് നോ റിസംബിൾ, നോ മെജസ്റ്റി. അവന് വലിയ മഹത്വവും വലിയ മാഹാത്മ്യങ്ങളൊന്നും പ്രത്യേകിച്ചെടുത്ത് കാണുവാൻ തക്കവണ്ണം ജനത്തിൽ നിന്ന് വേർതിരിച്ച് നിൽക്കുന്ന പോലെ ഒന്നും കാണുന്നില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ജനത്താൽ, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. രോഗം ശീലിച്ചവനായിരുന്നു എന്ന് പറഞ്ഞ് യേശുവിന് രോഗം ഉണ്ടായിരുന്നല്ല. ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇച്ചിരി കഷ്ടപ്പെടുക, ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് തന്നെത്താൻ വായിച്ചു നോക്കുക. അക്വൈന്റഡ് വിത്ത് ഗ്രീഫ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രവചനത്തിന്റെ നിവർത്തി, യേശുവിനെ സ്വജനം തള്ളിക്കളയുന്നത്, യോഹന്നാൻ 1:11, അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യോഹന്നാൻ 1:11. യോഹന്നാൻ 12:37-38 ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടു പറഞ്ഞു, അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവർത്തിയാവാൻ ഇടവന്നു. യോഹന്നാൻ 12:37-38. സ്വജനം തള്ളിക്കളയുന്നു. ഇത്ര വളരെ അടയാളങ്ങൾ ചെയ്തിട്ടും യേശുവിനെ ജനം അംഗീകരിച്ചില്ല, സ്വീകരിച്ചില്ല. സ്വന്തം ശിഷ്യന്മാർ ഒറ്റിക്കൊടുക്കും, ശിഷ്യൻ ഒറ്റിക്കൊടുക്കും, സ്വന്തം ശിഷ്യൻ ഒറ്റിക്കൊടുക്കും. പ്രവചനമാണ്. ആർക്കെങ്കിലും പ്രവചനം പറയാമോ? എവിടെയാണ് പറയുന്നതെന്ന്? സങ്കീർത്തനം വായിക്കുന്നവർക്ക് പറയാം. 41 സങ്കീർത്തനത്തിന്റെ 9 വാക്യം. 22 സങ്കീർത്തനമാണോ? 40 ശിഷ്യനെ ഒറ്റിക്കൊടുക്കുന്നത് സംബന്ധിച്ച് 41, 22 സങ്കീർത്തനം ഒരു മശിഹയ്ക്ക് സങ്കീർത്തനമാണ്. ഇത് പറയുന്നത് 41 സങ്കീർത്തനത്തിന്റെ 9 വാക്യം. ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. അതെ. ഇനി 55 സങ്കീർത്തനത്തിന്റെ 12-13. 55-12-13.
എന്നെ എന്നെ നിന്നെ ഒരു നിയമിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എന്റെ നേരെ വമ്പു പറഞ്ഞത് എന്നെ പയക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എന്റെ സഖിയും എന്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. നോക്കുക, സ്വന്തം ശിഷ്യൻ, പ്രാണസ്നേഹിതനായി നടന്നിരുന്ന ശിഷ്യൻ തന്നെ ഒറ്റിക്കൊടുക്കുന്നത് സംബന്ധിച്ച് 1000 വർഷങ്ങൾക്ക് മുൻപ് സങ്കീർത്തനങ്ങൾ പ്രവചനാത്മാവിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സങ്കീർത്തനങ്ങളിൽ ദാവീദ് തന്റെ സ്വന്തം അനുഭവങ്ങൾ വിവരിക്കുകയാണ്. എന്നാൽ ദാവീദ് പ്രവചനാത്മാവിൽ ദാവീദ് അറിയാതെ മശിഹായ്ക്ക് വരുവാനുള്ള അനുഭവം എഴുതിപ്പോയതാണെന്ന് വ്യക്തമാണ്. ആ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യനായിരുന്ന ഇസ്കരിയോത്ത യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ നിവൃത്തിയായത്. അത് സംബന്ധിച്ച് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി അന്ത്യത്താഴത്തിനിരുന്നപ്പോൾ യേശു കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ലൂക്കോസ് 22:21-22. ലൂക്കോസ് 22:21-22. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നത് എന്റെ കൈ എന്റെ അരികെ മേശപ്പുറത്തുണ്ട്. നിർണയിച്ചിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്ന സത്യം, എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞു. യോഹന്നാൻ 13:21. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. യോഹന്നാൻ 13:26. ഞാൻ അപ്പക്കണ്ണം മുക്കിക്കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശിമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. മത്തായി 26:47-49 വരെ. മത്തായി 26:47-49 വരെ. അവൻ സംസാരിക്കുമ്പോൾ തന്നെ 12 ഒരുത്തനായ യൂദയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ചുകൊള്ളുവിൻ എന്ന് അവർക്ക് ഒരു അടയാളം കൊടുത്തിരുന്നു. ഉടനെ അവൻ യേശുവിന്റെ അടുക്കൽ വന്നു, റബ്ബി വന്ദനം എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. മത്തായി 26:47-49 പറഞ്ഞത്. ഇനി ലൂക്കോസ് 22:47-48. ലൂക്കോസ് 22:47-48. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം 12 ഒരുവനായ യൂദ അവർക്ക് മുൻ നടന്ന് യേശുവിനെ ചുംബിപ്പാൻ അടുത്തു വന്നു. യേശു അവനോട്, യൂദയെ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വന്തം ശിഷ്യൻ ഒറ്റിക്കൊടുക്കുമെന്ന് ദാവീദ് 1000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയത് ആ പ്രവചനത്തിന്റെ നിവൃത്തി സംഭവിച്ചു. അടുത്തതായി 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും. കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. വരുവാനുള്ള മശിഹയെ ഒറ്റിക്കൊടുക്കുന്നത് കൃത്യം 30 വെള്ളിക്കാശിനായിരിക്കും എന്നത് സംഭവിക്കുന്നതിന് 6 നൂറ്റാണ്ടുകൾക്ക് മുൻപായി സക്കറിയ പ്രവാചകൻ മുഖാന്തരം യഹോവ അരുളി ചെയ്തിട്ടുണ്ട്. സക്കറിയ 11:12-13. സക്കറിയ 11:12-13 വായിക്കാമെങ്കിൽ വായിക്കാം. ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കി തന്നു. എന്നാൽ യഹോവ എന്നോട്, അത് ഭണ്ഡാരത്തിൽ ഇട്ട് കളക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വില തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ട് കളഞ്ഞു. നോക്ക്, 30 വെള്ളിക്കാശ് സംബന്ധിച്ച് അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വില തന്നെ എന്ന് കൽപ്പിച്ചു. മനോഹരമായ ഒരു വില, ഹാൻഡ്സം പ്രൈസ്. ദാറ്റ് ഇസ് ആൻ ഐറണി ആൻഡ് സർക്കാസം. വിപരീതാർത്ഥം പ്രയോഗമാണത്. സർക്കാസമാണ്, രൂക്ഷപരിഹാസമാണ്. അത് സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നതാണ് ഹാൻഡ്സം പ്രൈസ് എന്ന്. മനോഹരമായ ഒരു വില, 30 വെള്ളിക്കാശ്. അഖിലാണ്ടങ്ങളുടെ ഉടയവനായ മശിഹയ്ക്ക് ജനമിട്ട വിലയാണ് 30 വെള്ളിക്കാശ്. ഈ കോടാനുകോടി നക്ഷത്രങ്ങളെ ചമച്ച സകലത്തിന്റെയും സൃഷ്ടാവും സകലത്തിന്റെയും ഉടയവനുമായ മഹാപ്രഭുവിന് മനുഷ്യരിട്ട വില, എ ഹാൻഡ്സം പ്രൈസ്, 30 shillings, 30 വെള്ളിക്കാശ്. അതാണ് മനോഹരമായ വില എന്ന് സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നത്. മത്തായി 26:14-16 അതിന്റെ ഫുൾഫിൽമെന്റ് ആണ് കാണുന്നത്. സക്കറിയ പ്രവാചകനിലൂടെ അരുളി ചെയ്തതിന്റെ ഫുൾഫിൽമെന്റ്. മത്തായി 26:14-16. അന്ന് 12 നിങ്ങൾ എന്തു തരും, ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അന്നു മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവർ തക്കം പാർത്തു അന്വേഷിച്ചു പോന്നു. 27:3-4 വാക്യങ്ങൾ. മത്തായി 27:3-4. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട്
അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്ന്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്? നീ തന്നെ നോക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞ് ചെന്ന് കെട്ടി ഞാന്ന് ചത്തുകളഞ്ഞു. മതി. അപ്പം 30 വെള്ളിക്കാശ് സംബന്ധിച്ച് സക്കറിയ പ്രവാചകനിലൂടെ പറഞ്ഞതിന്റെ നിവർത്തി. അടുത്തത് 8-ാമത്തെ ഇത് വിചാരണയും മരണശിക്ഷയും. യേശുവിന്റെ വിചാരണയും മരണശിക്ഷയും സംബന്ധിച്ച് യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തത്. യെശയ്യാ 53:8, യെശയ്യാ 53:8 പ്രോഫസി. യെശയ്യാ 53:8, അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു. അരുളി ചെയ്തതാണ് അതിന്റെ ഫുൾഫിൽമെന്റ്. അപ്പൊ 27:1-2 പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും വായിച്ചു. പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലോത്തോസിനെ ഏൽപ്പിച്ചു. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദാ കണ്ട് അനുതപിച്ചു. ലൂക്കോസ് 23:1. അനന്തരം അവർ എല്ലാവരും കൂട്ടമേ എഴുന്നേറ്റ് അവനെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോയി. ലൂക്കോസ് 23:23, അവരും അവനെ ക്രൂശിക്കേണ്ടതിന് ഉറക്കെ മുട്ടിച്ചു ചോദിച്ചു. അവരുടെ നിലവിളി ഫലിച്ചു. അപ്പോസ്തല പ്രവൃത്തി 4:25 മുതൽ 28 വരെ. അപ്പോസ്തല പ്രവൃത്തി 4:25 മുതൽ 28 വരെ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായെന്ന് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷക്തന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. 2-ാം സങ്കീർത്തനം. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൂന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ യെശയ്യാവ് പ്രവചിച്ചതുപോലെ, ദാവീദ് പ്രവചിച്ചതുപോലെ യേശുവിന്റെ വിചാരണയും മരണശിക്ഷയും സംഭവിച്ചു. ബാക്കി 8 മണി കഴിഞ്ഞ് 7 മിനിറ്റുമായി ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ബാക്കി ചില പോയിന്റ്സ് കൂടെ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ സോരൻ തോമസ് സി അങ്കിൾ പ്രാർത്ഥിച്ചാട്ടെ. തോമസ് സി അങ്കിൾ പ്രാർത്ഥിച്ചാട്ടെ. തോമസ് സി അങ്കിൾ, ടിപ്സന്റെ പിതാവ്. അങ്കിൾ കേൾക്കുന്നില്ലേ? ഓക്കെ. ബിന്നൂടി തോമസ് അങ്കിൾ വീഡിയോ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, പ്രാർത്ഥിച്ചാട്ടെ. തോമസ് അങ്കിൾ പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിച്ചു. റേഞ്ചിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു, കേൾക്കാൻ വയ്യ. തോമസ് അങ്കിളിന്റെ സൗണ്ട്. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു. സ്നേഹവാനാകുന്ന സ്വർഗസ്ഥ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതിന്റെ തിരുവചനങ്ങളെ ഞങ്ങൾക്ക് പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് ഇന്ന് ഈ സാഹചര്യം ഒരുക്കി തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഈ സമയം പ്രാർത്ഥിക്കുന്ന കർത്താവ്, പല സ്ഥലങ്ങളിലും പ്രകൃതിക്ഷോഭങ്ങളാലും ദുരിതങ്ങളാലും ജനം കഷ്ടപ്പെടുന്നു. അവിടെ എല്ലാം ദൈവത്തിന്റെ കൃപയും ആശ്വാസവും എത്തണമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾക്ക് സുഖകരമായി ഇവിടുത്തെ വചനം പഠിക്കുവാൻ തക്കവണ്ണം സാവകാശത്തിനായി സ്തോത്രം. ഇന്ന് വചനം പഠിപ്പിച്ച ദാസിന് വേണ്ടി സ്തോത്രം.
കർത്താവെ ശാരീരികമായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളും തൊണ്ടയിലിരിക്കുന്ന വേദനകളും എല്ലാം മാറ്റി ദൈവമേ ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് സുഖനിദ്രയും രാവിലെ ഒരു സുപ്രഭാതത്തിൽ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടിയിരിക്കുന്ന എല്ലാ ഈ വചനം പഠിച്ച എല്ലാവരെയും അവിടെ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവരും നിങ്ങളുടെ നിത്യത്തിലേക്ക് ഞങ്ങൾ വരുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ തരണം. വചനമനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണം. യേശുമൂലം യാചിക്കുന്നു സ്വർഗ്ഗപിതാവേ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രകൃതിക്ഷോഭത്താലൊക്കെ ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ വയനാട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. പക്ഷെ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ ദൈവം പരമാധികാരി എന്ന് അറിഞ്ഞ് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കഷ്ടം അനുഭവിക്കുന്നവരെ ദൈവം സഹായിക്കാൻ പ്രാർത്ഥിക്കാം. പനിയുടെ പ്രയാസത്താലും മറ്റും അനേകർ കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഉള്ളവരും പനിയുടെ പ്രത്യേകിച്ച് ചുമയുടെ ഒക്കെ പ്രയാസമുണ്ട്. സൗഖ്യം തരാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊള്ളുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ വഹിക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. Thank you, sir. Praise the Lord. താങ്ക് യു സർ. താങ്ക് യു സാർ.